നമുക്കറിയാം ഇന്ന് ഏപ്രിൽ 14 ഏപ്രിൽ 14 ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനമാണ്. അംബേദ്കർ ജയന്തി ദിനമായിട്ട് ഇന്ത്യ ഇത് ആഘോഷിക്കുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ദലിത് വിഭാഗങ്ങൾ വലിയ തോതിൽ ഈ ദിവസത്തിന് ഇന്ന് പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു മാഗസിൻ കണ്ടു. ഏപ്രിൽ എന്നാണ് ആ മാഗസിൻ്റെ പേരനെ ഏപ്രിൽ എന്നാണ്. അപ്പോൾ അത് അംബേദ്കർക്ക് അത്ര അധികം പ്രാധാന്യം കൊടുക്കുന്നു ദലിത് വിഭാഗത്തിൽപ്പെട്ടുള്ള മനുഷ്യർ എന്നുള്ളത് ആണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ഒരു ദലിത് വിദ്യാർത്ഥി ജാതീയമായ അതിക്രമത്തിൻ്റെ പേരിൽ, ആക്ഷേപത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത്. അത് അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ സഹിക്കാൻ പറ്റാതെ നീണ്ട കാലം സഹിച്ച് അവസാനം ആണ് ആ കുട്ടി മരണത്തിലേക്ക് ആത്മഹത്യയിലെ അഭയം തേടുന്നത്. ആ കുട്ടിയുടെ നിതിൻ രാജിൻ്റെ ധാരാളം മറ്റുള്ളവരുമായി പങ്കുവച്ചിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹപാഠികളുടെ ഭാഗത്തു നിന്നുള്ള പല പ്രതികരണങ്ങളും നമ്മൾ അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള കാര്യം. ഈ കേരളത്തിൽ ഈ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഇത് ആദ്യമല്ല, നമുക്കറിയാം രജനീസ് ആനന്ദിൻ്റെ ആത്മഹത്യ, അങ്ങനെ നിരവധി പേര് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഓർക്കുന്നതും തീർച്ചയായിട്ടും നമ്മൾ നിതിൻ രാജ് കൊല ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഓർത്തു പോയത് നമ്മൾ രോഹിത് വേമൂല 2016 ജനുവരി 17 കൊല ചെയ്യപ്പെട്ട രോഹിത് വേമൂല, രക്തസാക്ഷിയായ വേമൂല. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് എന്തുകൊണ്ടാണ് നിതിൻ രാജുമാരുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അംബേദ്കർ ജയന്തി ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന് OP രവീന്ദ്രൻ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ ഇത്രയും ദലിത് വിരുദ്ധമായിരിക്കുന്നത് എന്നുള്ള വിശദമായിട്ടുള്ളൊരു പഠനമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. അപ്പോൾ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. പൊതുവിൽ ദളിത് വിവേചനം, ദളിത് പീഡനം, പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരെയുള്ള വിവേചനം, പീഡനം, അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിവേചനങ്ങളും പീഡനങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ദളിത് ഇഷ്യൂ ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ കാണുക അവിടുത്തെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയ രീതിയിലാണ്. മറിച്ച് അതിനൊരു ഘടനാപരമായ പ്രശ്നം കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ നടക്കുന്ന ഇത്തരം പീഡനങ്ങളും വിവേചനങ്ങളൊക്കെ വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, അവരെ പഠിപ്പിക്കുന്നതും അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അധ്യാപകരിലൊന്നും ദളിതരില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പറയുന്ന കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദളിത് കുട്ടികൾ ദളിത് വിദ്യാർത്ഥികൾ കൂടുതൽ വിവേചനങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വരുന്നതും അവർ ആത്മഹത്യയിലേക്ക് തള്ളപ്പെടുന്നതിനൊക്കെ പിന്നിൽ അവിടെയുള്ള ദളിത് അധ്യാപകരുടെ ഒരു കുറവ്, ദളിത് അധ്യാപകരുടെ എണ്ണത്തിലുള്ള കുറവ് ഒരു കാരണമാണ്. കാരണം ഇത്തരം സ്ഥാപനങ്ങളിലൊന്നും തന്നെ സംവരണം നടപ്പിലാക്കുന്നില്ല. ഇത്തരം സ്ഥാപനങ്ങളിൽ ദളിത് അധ്യാപകരുമില്ല, ദളിത് അനധ്യാപകരുമില്ല. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. മറ്റൊരു കാരണം ദളിത് സമൂഹത്തിന് ഇത്തരം സ്ഥാപനങ്ങളില്ലെന്ന് പറയുന്ന മറ്റൊരു കാരണം. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ പലപ്പോഴും ചർച്ചകളിൽ നിന്ന് മിസ്സായി പോകുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഇടതുപക്ഷക്കാരൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ദളിത് വിദ്യാർത്ഥികൾ വളരെയേറെ പീഡിപ്പിക്കപ്പെടുന്നു, എൻ്റെ ഹൃദയം നടുങ്ങി, വലിയ സങ്കടങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എന്താ ഇതിന് പ്രധാനപ്പെട്ട കാരണം? അതിന് പ്രധാന കാരണം അവിടെ അധ്യാപകരില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് അധ്യാപകരില്ലാത്തത്? ഈ സ്ഥാപനങ്ങളിൽ അധ്യാപകരെ നിയമിക്കാനായിട്ട് ഇവിടുത്തെ ഇടത് വല പാർട്ടികളും വിവിധ സംഘടനകളും സമുദായ സംഘടനകളും അതിന് അനുവദിക്കാത്തതുകൊണ്ട് കൂടിയാണ്. നിയമമില്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നില്ല, നിയമത്തെ ഇവർ കോടതിയിൽ ചോദ്യം ചെയ്ത് അവർക്ക് അനുകൂലമായ വിധി സമ്പാദിച്ചതിന് കൂടി ഭാഗമായിട്ടാണ്. അപ്പോൾ നിയമമില്ലാത്തതിൻ്റെ പ്രശ്നം, നിയമമുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ. അപ്പോൾ ഇതിന് നമ്മളെ സഹായിക്കുന്നത് OP രവീന്ദ്രൻ എന്ന് പറയുന്ന ഗവേഷകനും എഴുത്തുകാരനായിട്ടുള്ള OP രവീന്ദ്രന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ കോളനികൾ എന്ന് പറയുന്ന ഈ കൃതി എന്തുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ദളിത് വിദ്യാർത്ഥികൾ ഏൽക്കേണ്ടി വരുന്നതിന് എന്നുള്ളതിന് തെളിവ് നൽകുന്ന ഒരു കൃതിയാണ്. എനിക്ക് തോന്നുന്നു ഈ അംബേദ്കർ ദിനത്തിൽ ഈ കൃതി നൽകുന്ന ചില ഉൾക്കാഴ്ചകൾ ഇതിലേക്ക് വെളിച്ചം വീശുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് കടന്നു പോകാം. കേരളത്തിന്റെ ഒരു പൊതു പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ മൊത്തം വിദ്യാഭ്യാസ രംഗം എടുത്താൽ, മൊത്തം വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് +2 വിദ്യാർത്ഥി, +2 UP LP പോലെയുള്ള സ്കൂൾ കാലഘട്ടം, ഹൈസ്കൂളുകൾ, അതേപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ,
കോളേജുകൾ, പോളിടെക്നിക്കുകൾ അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖല എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ 2 വിഭാഗങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റൊന്ന് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇത് പരിശോധിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ കോളേജുകളിലും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളേക്കാൾ കൂടുതൽ എയ്ഡഡ് സ്ഥാപനങ്ങളാണെന്ന് കാണുന്നു. ഈ എയ്ഡഡ് സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നത് പൂർണ്ണമായും ഏത് സ്ഥാപനം ഏത് സമുദായമാണ് നടത്തുന്നത്, ഈ സമുദായത്തിലെ ആളുകളായിരിക്കും ചെയ്യും. അപ്പോൾ ചില കണക്കുകളിലൂടെ നമുക്ക് കടന്നു പോകാം. അതായത് കേരളത്തിലെ 2010-11 കണക്ക് ഒ പി രവീന്ദ്രൻ നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ 79.36% കോളേജുകൾ എയ്ഡഡ് സ്ഥാപനങ്ങളാണ്. അത് കോളേജുകളുടെ കാര്യത്തിൽ 79.36% എയ്ഡഡ് സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ഇനി ഹൈസ്കൂള്, UP, LP വന്നു കഴിഞ്ഞാൽ അത് 58%, 66%, 61% ഇങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ 50%-ത്തിനേക്കാൾ വളരെയേറെ കൂടുതലാണ് എയ്ഡഡ് സ്ഥാപനങ്ങളുടെ സ്ഥിതി. അപ്പൊ ഈ സ്ഥാപനങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് അവർക്ക് ഈ വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അധ്യാപകരുടെ ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ ഒരു സ്ഥിതി പരിശോധിച്ചാലോ. അധ്യാപകരുടെ സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ കോളേജുകളിൽ 75.50% അധ്യാപകരും എയ്ഡഡ് സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. കോളേജുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഹൈസ്കൂളുകളുടെ കാര്യം എടുത്താൽ 66.15% ഹൈസ്കൂളുകളിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലാണ് ഈ അധ്യാപകർ പഠിപ്പിക്കുന്നത്. അതുപോലെ UP സ്കൂളാണെങ്കിൽ 69.42, LP സ്കൂളാണെങ്കിൽ 63.16. എന്ന് പറഞ്ഞാൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നമ്മളുടെ 66.59% അധ്യാപകരും പഠിപ്പിക്കുന്നത് എയ്ഡഡ് സ്ഥാപനങ്ങളാണ്. ഇതിൽ ഒരു വ്യത്യാസമുള്ളത് സർക്കാർ സ്ഥാപനങ്ങളാണ്. കാരണം സർക്കാർ സ്ഥാപനങ്ങളിൽ നിർബന്ധമായും സംവരണം നടപ്പിലാക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു പരിധിവരെ ഈ ദളിത് അനധ്യാപകർക്കും സ്ഥാനമുണ്ട്. മറ്റ് സ്ഥാപനങ്ങളിലൊന്നും സ്ഥാനമില്ല. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഒരു പട്ടികജാതി വിഭാഗത്തിലും പട്ടികവർഗ വിഭാഗത്തിലുള്ള അധ്യാപന പ്രാതിനിധ്യം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നാമമാത്രമാണെന്ന് കാണാം. അതായത് കോളേജ് തലത്തിലുള്ള SC ST അധ്യാപക പ്രാതിനിധ്യം നോക്കിയാൽ അത് ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ 12.7%. ഇതൊരു 2010 കണക്കാണ്. ഗവൺമെന്റ് സെക്ടർ ഇതൊരു സഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമുണ്ട്. എന്നാൽ ഇതേ കാര്യം തന്നെ നമ്മൾ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പോയാലോ 0.15% ആണ്. അതായത് 12.76% ഗവൺമെന്റ് കോളേജുകളിലെ SC ST വിഭാഗത്തിൽപ്പെടുന്ന അധ്യാപകരുണ്ടെങ്കിൽ ഇത് കോളേജുകളിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ വെറും 0.15% ആണ്. ഏകദേശം 10% കൂടുതലുള്ള ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. 2 കൂടി ഒരു 18% വരുന്നുണ്ട്. അതാണ് വരുന്നത് 0.15%. 60% വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എയ്ഡഡ് മേഖലയിലാണ്. അവിടെയാണ് ഈ 1 point ഒക്കെ ആയിട്ട് കിടക്കുന്നത്. അത് ഹൈസ്കൂളിലേക്ക് വന്ന 0.24, UPയിലേക്ക് വന്ന 0.40, LPയിലേക്ക് വന്ന 0.65. ടോട്ടൽ എടുത്താൽ നമ്മളുടെ എയ്ഡഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥി, അത് ദളിത് സമൂഹം 0.4% ആണ്. ഇത് വളരെ അപകടകരമായ സിറ്റുവേഷനാണ്. അതായത് ആകെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ 0.4% ആളുകൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ബാക്കി ഈ ആളുകളെ വെച്ചിട്ട് സ്വാഭാവികമായും ബാക്കി ആളുകൾ ആരാണ്? അതായത് 99.6 വരുന്ന ആളുകളും വേറെ സമുദായത്തിൽപ്പെട്ടവരാണ്. സവർണരും അതുപോലെ മറ്റിതര സമുദായത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ടായിരിക്കും ഈ വിദ്യാർത്ഥികൾ ഇത്രമാത്രം ആക്രമണം നേരിടേണ്ടി വരുന്നത്. ഇനി മറ്റൊരു ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ എയ്ഡഡ് സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ എയ്ഡഡ് സ്ഥാപനങ്ങളെ ഒരു ജാതി കോളനി എന്നാണ് OP രവീന്ദ്രൻ വിശേഷിപ്പിക്കും. ഈ പുസ്തകത്തിന്റെ പേര് തന്നെ സ്വകാര്യ കോളനികളാണ്. ഇതൊരു ജാതി കോളനിയാണ്, അഗ്രഹാരങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി എയ്ഡഡ് സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇനി എയ്ഡഡ് സ്ഥാപനങ്ങളെ തന്നെ മറ്റൊരു രീതിയിൽ പരിശോധിച്ചാൽ കേരളത്തിൽ 4 സമുദായങ്ങളാണ് പ്രധാനമായും സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഒന്ന് നായന്മാരാണ്, ക്രിസ്ത്യാനികൾ നടത്തുന്നത്, മുസ്ലിങ്ങൾ നടത്തുന്നത്, മറ്റൊന്ന് ഈഴവർ നടത്തുന്നത്. ഇത്രയും ആളുകളാണ് കേരളത്തിലെ സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഒരു വളരെ ചുരുങ്ങിയ സ്ഥാപനങ്ങൾ, നായന്മാർക്ക് വേണ്ടി NSS, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പലതരത്തിലുള്ള ക്രൈസ്തവ സഭകൾ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. എസൻസ് ട്രസ്റ്റ് ആണ് SNDPക്ക് വേണ്ടി നടത്തുന്നത്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് MES ഉണ്ട്. അതുപോലെ കുറച്ച് സ്ഥാപനങ്ങൾ വേറെയുണ്ട്. ഇങ്ങനെ 4 സമുദായങ്ങളാണ് കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്.
പിന്നെ ഇതിന് പുറമെ മറ്റേ ഇതും കൂടി ഉണ്ട്, ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ്. അത് വേറൊരു രസകരമായ കഥയാണ്. ദേവസ്വം ബോർഡ് ഉണ്ട്. ഇത്തരം സ്ഥാപനങ്ങളാണ് എയ്ഡ് സ്ഥാപനങ്ങൾ. ഈ എയ്ഡ് സ്ഥാപനങ്ങളിൽ നായന്മാർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 100% നായന്മാരാണ് അവിടെ പഠിപ്പിക്കുന്നത്. ക്രൈസ്തവർ പരിശോധിച്ച് കഴിഞ്ഞാലും ഏകദേശം 100%-നടുത്ത് വളരെ നാമമാത്രമാണ് ഇതര സമുദായക്കാരുള്ളത്. മുസ്ലിങ്ങളുടെ മാനേജ്മെന്റിലുള്ള സ്ഥാപനങ്ങളാണ് കുറച്ച് ഇതര സമുദായത്തിൽ നിന്നുള്ള ആളുകൾക്ക് പ്രാതിനിധ്യമുള്ളത്. അതും വളരെ വളരെയേറെ എന്ന് പറയാൻ കഴിയും. എങ്കിലും അത് SC/ST കാര്യം നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. എങ്കിലും ഇതര സമുദായത്തിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ SC/ST കാര്യം നോക്കുകയാണെങ്കിൽ വളരെ അതിന് കാരണം എന്താ വെച്ചാൽ അവര് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നു. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ വലിയ സാമ്പത്തികം മാത്രമല്ല, ഇത്തരം സ്ഥാപനങ്ങൾ നടത്താനായിട്ട് ഇവർക്കാർക്ക് അതല്ല ഞാൻ പറയണത്. ഇപ്പൊ അതല്ലാത്ത സ്ഥലങ്ങളിലെ വലിയ ഡൊണേഷൻ വാങ്ങിയിട്ടാണല്ലോ അവർക്ക്. ഡൊണേഷൻ വാങ്ങിയിട്ടായാലും നായന്മാരുടെ സ്ഥാപനത്തിൽ ഡൊണേഷൻ നൽകിയിട്ടാണെങ്കിലും നായന്മാർക്കാണ് അവർ കൊടുക്കുന്നത്. ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഡൊണേഷൻ മുസ്ലിം സ്ഥാപനങ്ങളിലും അതാണ് അവസ്ഥ. മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളുടെ സ്ഥിതി അതാണ്. ഇനി നമ്മൾ ഇത് ദേവസ്വം ബോർഡ് പരിശോധിച്ചത്, ദേവസ്വം ബോർഡിന്റെ കണക്ക് അതിനേക്കാൾ രസകരമാണ്. ദേവസ്വം ബോർഡ് എന്ന എല്ലാ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങളാണെന്നാണല്ലോ പറയുന്നത്. നായർ കമ്മ്യൂണിറ്റിക്ക് ദേവസ്വം ബോർഡിൽ 74.17% ആണ് ടോട്ടൽ ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യം. എല്ലാ ഹിന്ദുക്കളുടെ സ്ഥാപനമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇവിടെ ഈഴവന്മാർക്ക് തുലോം മെച്ചപ്പെട്ടതാണ് 18.13%, നമ്പൂരിമാർക്ക് 4.39%. എന്നിങ്ങനെ പോയി കഴിഞ്ഞ് SC/ST വിഭാഗങ്ങൾക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ വളരെ നാമമാത്രമായ 0% അടുത്താണ് പല ദേവസ്വം ബോർഡ് കോളേജുകളും സംഭവിക്കുന്നത്. അവിടെയും ഈ പറയുന്ന സവർണരുടെ കുത്തകയാണ് ഈ കോളേജുകൾ മുഴുവൻ. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ കോളേജുകൾ വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകരുടെയും അനധ്യാപകരുടെയും കാര്യത്തിൽ ഒരു അനാസ്ഥയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊന്നും അവിടെ യാതൊരു പ്രാതിനിധ്യമില്ല. ഈ പ്രാതിനിധ്യമില്ലായ്മയാണ് SC/ST വിദ്യാർത്ഥികൾക്കെതിരെയുള്ള വിവേചനങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഇത് അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം ആരംഭിക്കേണ്ട എവിടെ നിന്നാണ്? അധ്യാപക നിയമനത്തിൽ ഈ പറയുന്ന സംവരണ തത്വങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അധ്യാപക നിയമനം നടത്തുക മാത്രമാണ് ഏകമാർഗം. അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ അധ്യാപക നിയമനം നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഭരണഘടന പറയുന്ന സംവരണം അനുസരിച്ച് തന്നെ ആയിരിക്കണം. കാരണം ഇതിന് ശമ്പളം കൊടുത്തോണ്ടിരിക്കുന്നത് സർക്കാരാണ്. ഈ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ മുഴുവൻ ശമ്പളം എന്ന് പറയുന്നത് പൊതുജനത്തിന്റെ നികുതി പണമാണ്. ഇതില് 2 തരത്തിലുള്ള 56-ലെ ഒരു നിയമം, 56-ലെ UGCയുടെ ഒരു ആക്ട് അനുസരിച്ച് സംവരണം പാലിക്കാൻ ഒരു ബാധ്യസ്ഥരാണ്. എവിടെ അതിലൊരു ഇതുണ്ട്. അതായത് ന്യൂനപക്ഷ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് സ്ഥാപനങ്ങളിൽ സംവരണ തത്വം പാലിക്കാൻ അവർ നിർബന്ധിതരാണ്. ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഭരണഘടനാപരമായ ഒരു അവകാശമാണ്, ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശമാണ്. അവർക്ക് സംവരണ തത്വം എന്നല്ല, അവരുടെ തീരുമാനത്തിനനുസരിച്ച് നടപ്പിലാക്കുന്നത് ഒരു ഭരണഘടനാപരമായ അവകാശമാണ്. അത് ചോദ്യം ചെയ്യാൻ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ബാക്കി സ്ഥാപനങ്ങളിൽ മുഴുവൻ സംവരണ തത്വം പാലിക്കാനായിട്ട് 56-ലെ UGCയുടെ ആക്ടും നിലവിലുണ്ട്. അതുപോലെ തന്നെ 2005-ൽ കേന്ദ്ര സർക്കാർ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ നിർദ്ദേശം നടപ്പിലാക്കാനായിട്ട് കേരളത്തിലെ ഒരു മാനേജ്മെന്റും തയ്യാറില്ല. ഒരിക്കൽ കുറേ SC/ST വിഭാഗത്തിൽപ്പെട്ട ഗവേഷകരും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളും സർക്കാർ കോടതിയിൽ കേസിന് പോയിരുന്നു. ഈ കേസിലെ ആദ്യം ഒരു വിധി അനുകൂലമായി വരികയുണ്ടായാലും പിന്നീട് ഈ കേസ് ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുമ്പോഴേക്കും എതിരെ വിധി വരുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. അതും നാം മനസ്സിലാക്കേണ്ടത് ജുഡീഷ്യറിയിൽ വേണ്ടത്ര സംവരണം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസുകൾ അട്ടിമറിക്കപ്പെടുന്നത്. ഈ കേസ് ഇതിൽ വേറൊരു രസകരമായ കാര്യമുണ്ട്. സർക്കാരുകൾ താല്പര്യമില്ലെന്ന് മാത്രമല്ല, ഒരിക്കൽ എയ്ഡഡ് മേഖലയിൽ ഈ രീതിയിൽ സംവരണം വേണം എന്ന് പറഞ്ഞിട്ട് TV രാജേഷിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയത്. ഈ കമ്മിറ്റി സംവരണം നടത്താനായിട്ട് ശുപാർശയും ചെയ്തു. ഈ ശുപാർശ ചെയ്ത അതേ സമയത്ത് തന്നെയാണ് നേരത്തെ പറഞ്ഞ വിധി വരുന്നത്. അതായത് സംവരണത്വം പാലിക്കാനായിട്ട് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ സംവരണത്വം പാലിക്കാൻ ഒരു ബാധ്യതയില്ല എന്നുള്ള വിധി വരുന്നതും ആ വിധി അനുകൂലമാക്കുന്നതിന് വേണ്ടി, അതായത് മാനേജ്മെന്റുകൾക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടി സത്യവാങ്മൂലം സമർപ്പിച്ചതും ആ സർക്കാർ തന്നെയാണ്, ഇടതുപക്ഷ സർക്കാരാണ്. ആ ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിലാണ് എയ്ഡഡ് മേഖലയിൽ സംവരണം പാലിക്കണം എന്ന് പറയുന്ന ഒരു നിയമസഭ
റിപ്പോർട്ട് നൽകിയത്. അതായത് ഒരേ ആളുകൾ തന്നെ സംവരണ തത്വം പാലിക്കണം എന്ന് പറയുക, അതേ ആളുകളുടെ സർക്കാർ തന്നെ സംവരണം പാലിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ സത്യവാങ്മൂലം നൽകുക. ഇതൊക്കെ നമ്മളെ കേരളത്തിൽ ഇത്തരം നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദളിത് വിദ്യാർത്ഥികളുടെ വിവേചനം എന്ന് പറയുന്നത് ദളിത് മേഖലയിൽ, ഈ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായ സംവരണം പാലിക്കാത്തതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അത് നമ്മൾ എത്രയും വേഗം ഈ സർക്കാരുകൾ, പുതിയ ഇനി വരാൻ പോകുന്ന സർക്കാരുകൾ ഈ തത്വം ഏറ്റെടുക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. ജാതി കോളനികൾ പൊളിക്കുക, വിദ്യാഭ്യാസ മേഖലയിൽ ജാതി കോളനികൾ പൊളിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോ കേന്ദ്ര സർക്കാരിലേക്ക്, കേന്ദ്ര യൂണിവേഴ്സിറ്റികൾ ഒക്കെ പോയി കഴിഞ്ഞാൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു തരത്തിലുള്ള സംവരണ തത്വങ്ങളും പാലിക്കുന്നില്ല. ഇതിപ്പോ കേരളത്തിലാണ് ഈ പറയുന്ന സംവരണ തത്വമൊക്കെ പാലിക്കുന്നത്. പക്ഷെ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളും ഈ സംവരണ തത്വം പാലിക്കുന്നില്ല. അതൊരു അഗ്രഹാരങ്ങളാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഈ അഗ്രഹാരങ്ങൾ ഫാത്തിമ ലത്തീഫ് പോലെയുള്ള വിദ്യാർത്ഥികൾ ആത്മഹത്യക്ക് ഇരയാവുന്നതിന് സാഹചര്യം ഉണ്ടായത് അതൊക്കെ അഗ്രഹാരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ എയ്ഡഡ് മേഖലയിൽ നമ്മൾ പറയുന്ന ഇതൊക്കെ അവിടുത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ബാധകമാണ്. നമ്മൾ ഈ പറയാൻ ബാധകമുള്ളവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നൊക്കെ ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പം എത്രയും പെട്ടെന്ന് സംവരണം പാലിക്കുക. അതുപോലെ തന്നെ അവിടെ മാത്രമല്ല, ഈ പറയുന്ന സ്വകാര്യ മേഖലയിൽ കൂടി സംവരണം നടപ്പിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം സംവരണം എന്ന് ഒരു ജനാധിപത്യപരമായ അവകാശമാണ്. നമ്മളെ ഭരിക്കണമെങ്കിൽ, കീഴാളരായിട്ടുള്ള ആളുകൾ പറയുന്നത് നമ്മളെ ഭരിക്കണമെങ്കിൽ ഇത് നിങ്ങൾ നടപ്പിലാക്കിയേ തീരൂ. കാരണം നിങ്ങൾക്ക് അല്ലാതെ ഈ അവകാശം ലഭിക്കുന്നത് ഒരാൾ അവകാശം പ്രാതിനിധ്യം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. എല്ലായിടത്തും പ്രാതിനിധ്യം ഉണ്ടാവാന്നില്ല. ഇപ്പൊ ജുഡീഷ്യറി ആണെങ്കിലും ഭരണതലമാണ്, എവിടെയാണെങ്കിലും ഈ പ്രാതിനിധ്യം എന്നുള്ളത് മാത്രമാണ്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആണെങ്കിലും എല്ലായിടത്തും അത് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഈ അംബേദ്കർ ദിനത്തില് ഒരു പുതിയൊരു സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് അല്ലേ? അതെ, നിതിൻ രാജിനെ പോലുള്ള കുട്ടികൾ ഇനി ആത്മഹത്യ ചെയ്യപ്പെടരുത്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത്, പറയാനുള്ളത്.